ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. കുറേ കാലത്തിന് ശേഷം ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ കുറേ ആലോചിച്ചു ലോങ് വീഡിയോ വേണോ എന്ന്. ബട്ട് ഇത് ഇട്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമാവില്ല. കാരണം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സർഗാലയ ഫെസ്റ്റ് 2025 ആണ്. അപ്പം ഇത് കാണുന്ന പലരും എന്നോട് ചോദിച്ചേക്കാം, അയിന് എന്താണെന്ന് വെച്ചാലേ, സർഗാലയ ഫെസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന അത്ര ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഫെസ്റ്റ് ആണിത്. ഏകദേശം 350ഓളം ആർട്ടിസൻസ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഇനി പറഞ്ഞേ, ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാരണം വേണോ നിങ്ങൾക്ക് ഇത് കണ്ടിരിക്കാനായിട്ട്? വേണമെങ്കിൽ ഒന്നും കൂടെ തരാം, ഇത് പിടിച്ചു. ഈ ഒരു ഫെസ്റ്റ് കാണാനായിട്ട് ഏകദേശം 20 ലക്ഷത്തോളം ആൾക്കാരാണ് ഓരോ വർഷവും ഇവിടേക്ക് വരാറ്. ഇപ്പം നിങ്ങൾക്ക് ചെറിയ ക്യൂരിയോസിറ്റി ഒക്കെ തോന്നില്ലേ, ഇതിന് മാത്രം ഇവിടെ എന്താ കാണാനുള്ളതെന്ന്? വാ, കാണിച്ചു തരാം. ഓരോ ആർട്ടിസ്റ്റുകളുടെയും എത്രയോ ദിവസത്തെ ഉറക്കൊഴിഞ്ഞിട്ടുള്ള ഹാർഡ് വർക്ക് ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ആർട്ട് വർക്ക്സ്. ജോർദൻ എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ചെയ്തിട്ടുള്ള ടെറക്കോട്ട വർക്കാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയില്ലേ കാണാൻ? ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ആറന്മുള കണ്ണാടി നേരിൽ കാണുന്നത്. അവിടുന്ന് ആ ചേട്ടൻ അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, വിചാരിച്ച പോലെയല്ല. ആ കുഞ്ഞി സാധനത്തിന് 900 രൂപയാണ് വരുന്നത്. കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ ഇത്. എന്തൊക്കെ തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി അല്ലേ. ആൻഡ് ഈ സ്റ്റോളിലുള്ള എല്ലാ പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ മരം വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ആ വിളക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ പീസ് മരം വെച്ചുണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. അതെ, നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടിട്ട് ആരെങ്കിലും പോലെ തോന്നുന്നുണ്ടോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മണിച്ചിത്രത്താഴെ നാഗവല്ലീനെ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കുറേ സ്റ്റോൾ ഇനിയും കാണാനുണ്ട് കേട്ടോ. പക്ഷെങ്കിൽ ക്ഷീണം കൊണ്ട് നിൽക്കാൻ വയ്യ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചൊരു ചായയൊക്കെ കുടിക്കാമെന്ന്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വീണ്ടും പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ, എന്നോടൊരു മെയിനായിട്ടുള്ള കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഈ സർഗാലയ ഫെസ്റ്റ് നടക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ വടകരയ്ക്കടുത്തുള്ള ഇരിങ്ങൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. നടക്കുന്നതല്ല, നടന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസമായി. ഞങ്ങൾ കറക്റ്റ് അതിൻ്റെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ പോയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ പാവേന സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോഴൊക്കെ എൻ്റെ മൈൻഡിലുള്ളൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ തൊട്ട് ഈ പാവേനെ ഒന്ന് ഡാൻസ് കളിപ്പിക്കണമെന്ന്. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് പല സ്റ്റോളിലുള്ള ആൾക്കാരും സാധനങ്ങൾ പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കാര്യമായിട്ടൊന്നും ഞങ്ങൾക്ക് മിസ്സായില്ല, എല്ലാം ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എക്സിബിഷൻ കാണുന്നതിൻ്റെ കൂടെ എനിക്കൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എഥെറിയൽ കാൻഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഗാനിക് സെൻറ്റഡ് കാൻഡിൽസിൻ്റെ. അത് അവളുടെ ഓൺ ബ്രാൻഡാണ് കേട്ടോ. ഒരു സ്റ്റാർട്ടപ്പ് പോലെ അവൾ തുടങ്ങിയതാണ്. ഈ വർഷത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടുത്തെ എൻട്രി ഫീ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. അങ്ങാനും ഇനി എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആർക്കെങ്കിലും അടുത്ത വർഷം വരാൻ തോന്നുകയാണെങ്കിൽ ഉപകരിച്ചോട്ടെ. അപ്പോൾ ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത് 100 രൂപയാണ്. ആൻഡ് ഈ പ്രാവശ്യം ഇവിടെ ഒരു അണ്ടർ വാട്ടർ അക്വേറിയം ഉണ്ടായിരുന്നു. അതിൻ്റെ എൻട്രി ഫീ 80 രൂപയായിരുന്നു. അങ്ങനെ മൊത്തം 180 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതൊരു ആഫ്രിക്കൻ ആർട്ടിസ്റ്റിൻ്റെ സ്റ്റോളാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഈ പീസ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാളും വലിയ കാര്യം അവരുടെ ആർട്ട് വർക്ക് കാണുക, അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പം ഞാനത് ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ അവിടെ വെച്ചു, അവരെ അപ്രിഷ്യേറ്റ് ചെയ്തു, പുറത്തേക്ക് നടന്നു. സർഗാലയ ഫെസ്റ്റിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കൺട്രീസിൻ്റെയും ഫ്ലാഗ്സ് ആണ് കേട്ടോ ഇത്. ഞങ്ങൾ ബസ്സിലായിരുന്നു പോയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ തിരിച്ചു വരാൻ ലേറ്റ് ആവുന്നത് കൊണ്ട് എക്സിബിഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. ആൻഡ് ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താ വെച്ചാൽ, അമ്മയുടെ പേഴ്സിലായിരുന്നു പൈസ ഉള്ളത്. ആൻഡ് പേഴ്സ് അമ്മ അനിയത്തിൻ്റെ ബാഗിൽ ഇട്ടുണ്ടായിരുന്നു. അനിയത്തിക്ക് ഓൺലൈൻ ട്യൂഷൻ എടുക്കാനുള്ളത് കൊണ്ട് അവൾ നേരത്തെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു ഗൈസ്. ഇങ്ങനെ പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ എൻ്റെ കുരുട്ടുബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഗൈസ് അന്ന് ഞങ്ങൾ വീട്ടിലെത്തിയത്. ഒരു ഹോട്ടലിൽ കയറി 2 പരിപ്പോട വാങ്ങിച്ചു. പേയ്മെൻറ്റ് ചെയ്യുമ്പം ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ 100 രൂപ ഗൂഗിൾ പേ ചെയ്താൽ 80 രൂപ കയ്യിൽ തരുമോ ചോദിച്ചു. ആ ചേട്ടൻ നല്ല മനുഷ്യനായതുകൊണ്ട് ഓക്കെ പറഞ്ഞ് കയ്യിൽ കാശ് തന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്